ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഉദയസൂര്യന്റെ നാട്ടിൽ ചെന്ന് അവരുടെ തന്നെ ചിറകരിഞ്ഞിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ്. ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 20 ഓവറിൽ 190 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്, 9 വിക്കറ്റ് നഷ്ടത്തിൽ. തിരിച്ച് 16.1 ഓവറിൽ അവിടെ 193 റൺസ്, അതായത് മത്സരം ചേസ് ചെയ്തിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ്. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആ ഒരു ടോസ് കിട്ടി ബാറ്റിംഗ് കൊടുത്ത സംഭവം കണ്ടപ്പോൾ ഉറപ്പായിട്ടും വിചാരിച്ചാണ് അതും ലക്നൌവിന്റെ ബോളിംഗ് സൈഡ് വെച്ചിട്ട് ഒരു ഓവർസീസ് ബോളർ ഇല്ലാതെ ഒരു 250-260 സ്കോർ പ്രതീക്ഷിച്ചാണ്. പക്ഷേ മനോഹരമായിട്ടാണ് ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻ ഇവരുടെ ബോളേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ബോളേഴ്സിന്റെ റൊട്ടേഷൻ പക്കയായിരുന്നു. അത് മനോഹരമായിട്ട് തന്നെയാണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷാർദുൽ താക്കൂർ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പ്രിൻസ് യാദവ് എന്ന താരത്തിനെ എടുത്തു പറയണം. മനോഹരമായിട്ട് തന്നെ 7.2 എക്കോണമിയിൽ ഈ ഒരു ഹെവി ബാറ്റിംഗ് പിച്ചിലാണ് പുള്ളി അങ്ങനെയാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റും താരമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അഭിഷേക് ശർമ്മയെ ഷാർദുൽ താക്കൂർ പറഞ്ഞു വിടുന്നു. അതോടൊപ്പം തന്നെ ഇഷാൻ കിഷനെ ഷാർദുൽ താക്കൂർ ഗോൾഡൻ ഡക്ക് ആക്കുന്നു. ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി അവിടെ രവി ബിഷ്ണോയി വിക്കറ്റ് എടുക്കുന്നു. ആകെ കൂടി എനിക്ക് ഇവരുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രവി ബിഷ്ണോയി അതോടൊപ്പം തന്നെ ഷാർദുൽ താക്കൂറാണ് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ബോളേഴ്സ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദിഗ്വേഷിനെ യൂസ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ പ്രിൻസ് യാദവിനെ യൂസ് ചെയ്താണെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദിനെ സംബന്ധിച്ച്. മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ബോൾ ചെയ്ത് പറന്നടിക്കുന്ന താരങ്ങൾക്കൊന്നും തന്നെ ഇന്ന് യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ട്രാവിസ് ഹെഡ് ഒഴിച്ച്. ട്രാവിസ് ഹെഡിന്റെ മത്സരത്തിലേക്ക് ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ 28 ബോൾ 47 റൺസ് പുള്ളി ചെയ്യാനുള്ള ചെയ്തിട്ടാണ് പോയത്. പക്ഷേ മിഡിൽ ഓവറിലേക്ക് വന്നപ്പോൾ ആർക്കും തന്നെ സ്റ്റേബിൾ ആയിട്ട് സ്കോർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാലും 190 റൺസ് എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ച് ആദ്യം തന്നെ 7 മാർക്കത്തിന് വിക്കറ്റ് പോയി. പക്ഷേ അതൊന്നും മാറ്റർ ആക്കാതെ അവിടെ നിക്കോളാസ് പൂരാനും അതോടൊപ്പം തന്നെ മിച്ചൽ മാർഷും കൂടി 8 തിട്ടടിയായിരുന്നു. 31 ബോളിൽ 52 റൺസുമായിട്ട് മാർഷ് പിൻവാങ്ങുന്നു പാറ്റ് കമ്മിൻസിന്റെ ബോളിൽ. 7 4ഉം 2 6ഉം ആയിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സിലുള്ളത്. എന്നാലും നിക്കോളാസ് പൂരൻ എന്തൊരു അടിയാണ് അടിച്ചത്. ശരിക്കും ഞാൻ ഈ തമ്പനയിലിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ പോയി ഗുണ്ട് പൊട്ടിച്ച അവസ്ഥയായിരുന്നു. 26 ബോളിൽ നിന്ന് 70 റൺസ്. പാറ്റ് കമ്മിൻസിന്റെ ബോളിൽ LBW ആയാണ് നിക്കോളാസ് പൂരൻ പുറത്തു പോകുന്നത്. ഋഷഭ് പന്തിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ജയിപ്പിക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹർഷാൽ പട്ടേലിന്റെ ആ ഒരു ഫുൾ ടോസിലാണ് താരത്തിന്റെ വിക്കറ്റ് പോകുന്നത്. ഹി വാസ് നോട്ട് ഓൺ ഗുഡ് ടച്ച്. ആ ഒരു 6 ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഋഷഭ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കാത്തിരുന്ന് തന്നെ കാണണം പോകെ പോകെ എന്തായിരിക്കും ഋഷഭ് പന്തിന്റെ പെർഫോമൻസ് എന്ന്. പിന്നെ അബ്ദുൾ സമദ് പഴയ ഫ്രാഞ്ചൈസിക്കെതിരെ ആഞ്ഞടിക്കുക എന്നൊരു മൈൻഡുമായിട്ട് മാത്രം വന്നാണെന്ന് തോന്നുന്നു. അമ്മാതിരി അടിയല്ലേ തിരിച്ചടിച്ച് എടുത്തിട്ട് കൊടുത്ത് 8 ബോളിൽ 22 റൺസ് അടിച്ചു. 2 6ഉം 2 4ഉം. അതോടൊപ്പം തന്നെ ഡേവിഡ് മില്ലർ 7 ബോളിൽ നിന്ന് 13 റൺസ്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോളേഴ്സിനെ നന്നായി യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എത്ര നല്ല ഹെവി ബാറ്റിംഗ് പിച്ച് ആണെങ്കിലും മത്സരം കയ്യിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നത്. രാജസ്ഥാൻ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഋഷഭ് പന്ത് എങ്ങനെയാണ് അവരുടെ ബോളേഴ്സിനെ യൂസ് ചെയ്തത് നോക്കുക. മെഗാ ഓപ്ഷനിൽ സെയിലാവാത്തൊരു താരമായിരുന്നു ഈ പറയുന്ന ഷാർദുൽ താക്കൂർ. താരത്തിനെ എങ്ങനെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ ഒരൊറ്റ ഓവർസീസ് ബോളർ ഇല്ല ആ ഒരു ലിസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്തത് നോക്കുക. എന്നിട്ടും ഓവർസീസ് ബോളർമാർ ഉൾപ്പെടെയുള്ള ലൈനപ്പായിട്ടും രാജസ്ഥാൻ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ മത്സരത്തിൽ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ. ബൈ ബൈ ഗൈസ്.